ചേരാനെല്ലൂർ എന്ന കൊച്ചു ഗ്രാമം, അവിടെ നിന്നും പെരിയാർ അടർത്തിയെടുത്ത കുറങ്ങോട്ട് ദ്വീപ്, അവിടെ കുറേ നല്ല മനുഷ്യരും. അവരുടെ മനസ്സിൽ ഞങ്ങൾ വരച്ച ചിത്രം അവരിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായി സ്നേഹാദരവുകളോടെ സമർപ്പിക്കുന്നു. നേരത്തെ വന്നാ തുടങ്ങിയില്ലേ വെക്കുന്നു. തോമാച്ചനെ ഒരു കുളി കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. വിളിക്കണ്ട, കുളിച്ചിട്ട് വരുമ്പോൾ ഇങ്ങടിച്ചേ. ആ നമ്മുടെ സർല ടീച്ചറാണോ? ഓ അത് സർല ടീച്ചറൊന്നും. ആ സർല ടീച്ചറാണ്ടാ പപ്പച്ചിട്ട് ഉടുക്കത്തെ കണ്ണാണ്ടാ. നമ്മൾ ഈ സർല ടീച്ചറിന് എത്ര വഴക്ക് പറഞ്ഞേക്കുന്ന നമ്മയല്ല നിങ്ങ. ഞാനാ അതിൽ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞേക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അത് അമൃതയിലെ ഡോക്ടർമാര് വീടിനകത്തെ പുകവലിനെ പറ്റിയുള്ള പഠനം നടത്തിയില്ല, അതിനാണ് ആ ടീച്ചറിന്റെ കുറ്റം പറഞ്ഞത്. കഷ്ടമുണ്ടാ. അവര് എന്റെ വീട്ടിലും വന്നിരുന്നു കേട്ടാ. എന്നെ കൊണ്ട് വന്നിട്ട് ഒരു ചെറിയ മെഷീൻ വെച്ച് ഊതിപ്പിച്ച്, പക്ഷെ എനിക്ക് ഊതാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞിങ്ങനെ നിങ്ങളുടെ ശ്വാസകോശത്തിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട് പുകവലി കാരണം. അപ്പൊ നിങ്ങൾ പൂർണ്ണമായും വീടിനകത്ത് പുകവലി നിർത്തുക. ഇത് കേട്ട് ഞാൻ നേരെ സർല ടീച്ചറിനോട് പറഞ്ഞേ, ടീച്ചർ എന്റെ കയ്യിലെ കാശ് കൊടുത്ത് ഞാൻ സിഗരറ്റ് വലിക്കുന്നത് ടീച്ചറിന് തന്നെ. ടീച്ചർ എന്നിട്ട് എന്നെ ഒക്കെ ഒരു ചിരിച്ചിട്ട് പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വലിക്കണമെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെ ക്യാൻസർ, അതുപോലെ ഹൃദ്രോഗം, ഇങ്ങനെ ആസ്മ ഇതെല്ലാം സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായും വീഡിയോയിൽ നിർത്തുക പറഞ്ഞിട്ടുണ്ട്. അതെ, അവരെന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ ചേട്ടാ, നിങ്ങൾ വള്ളത്തിൽ പോയിട്ട് വല വലിക്കുമ്പോ തന്നെ ശ്വാസം മുട്ടാറുണ്ട്? ശ്വാസം മുട്ടാറില്ലേ? അല്ല, ഇപ്പൊ കുറച്ചാളായിട്ട് എനിക്ക് ഭയങ്കര, നേരത്തെ ഇങ്ങനെ ഇതില്ല, ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഭയങ്കര ശ്വാസം മുട്ടലാണ്. വൈഫും പറയുന്നുണ്ട് ഇങ്ങനെ പുകവലിക്കുന്നുണ്ടാ. ഞാനാണെങ്കിൽ അവളുടെ അടുത്തോട്ട് ഇല്ലുമ്പോ അവള് പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിപ്പോ വീട്ടില് പൂർണ്ണമായിട്ട് വലി നിർത്തണേ വീടിനകത്ത്. നീ നിർത്തിയാലേ പിന്നെ തുടങ്ങി. എന്തേ നമ്മുടെ കൂട്ടത്തിൽ ആദ്യം നിർത്തി ഞാനാണാ. ശരിയാ, അത് എന്റെ മോള് കാരണടാ. എനിക്ക് അവർക്ക് 14 വയസ്സായി. രണ്ടാമതൊരു കൊച്ചിന് വേണ്ടി എന്നെ കുറെ ആഗ്രഹിച്ചില്ല. കാരണം അന്ന് നമ്മള് അംഗൻവാടിയുടെ മുകളിൽ വെച്ചിട്ടേ ഒരു പരിപാടി, എന്താണ് കുട്ടിക്കൂട്ടുന്ന പരിപാടി നടത്തിയിട്ട് എന്റെ മോള് പോയിട്ടുണ്ടായത്. അപ്പൊ ചേട്ടാ അവിടെ വെച്ച് കൊച്ചിനോട് കുറെ കാര്യങ്ങൾ ഇവര് പറഞ്ഞു. നമ്മൾ ഈ വീട്ടിനകത്തിരുന്ന് നോക്കി ഇവരകത്തോട്ട് കൂടെ നമ്മളറിയണ്ട. ഇതിന്റെ ഒരു അംശം അവരാ ഭാര്യയുടെ കൊച്ചിന്റെയും മൂത്തൻ ടെസ്റ്റ് ചെയ്തപ്പോ ലാബിൽ എന്തോ അപകടകരമായ രാസവസ്തു ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ കൊച്ചു വന്ന് കരഞ്ഞ് പറഞ്ഞ് അച്ഛനിനി മരിച്ച അച്ഛന് മാത്രമല്ല ഞങ്ങൾക്കും കടമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ തീരുമാനിച്ച വീടിനകത്ത് പുകവലി തൊട്ടിട്ടില്ല വീടിനകത്ത്. പിന്നെ വലക്ക് പോകുമ്പോ ഞങ്ങൾ തിരിച്ചു പോകുമ്പോ 1-2 വലിക്കാറുണ്ട്. അതിന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം. ഇപ്പൊ എന്താ നല്ല ടേസ്റ്റും വിശപ്പൊക്കെ ഉണ്ട്. ആദ്യം പറഞ്ഞ നമ്മൾ ചെയ്യൂലായിരുന്ന, അവര് കാണിച്ച നമ്മൾ നന്നായി. എന്തായാലും അതങ്ങനെടാ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മനസ്സിലാൻ കുറച്ച് സമയം കൊടുക്കും. വലിച്ചു വെച്ചത് വലിച്ചു നോക്ക്. അയ്യോ വലിച്ചു ചേട്ടാ, തോമാച്ചമ്മണ്ട്. തോമാച്ച എത്ര നേരം കുളിക്കാൻ പോയിട്ട് 2 കളി കഴിഞ്ഞ് എന്റെ സമയം കഴിഞ്ഞു. വന്നിരിക്കുന്നു കളിക്കാൻ കുളിക്കണ്ടേ? തോമാച്ചേ, നമ്മള് പുകവലി നിർത്തിയ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. ഞങ്ങള് പണ്ട് നമ്മ കളിക്കുമ്പോ എത്ര കിട്ടും വീഡിയോ തീർച്ചാ വലിച്ചു തള്ളണം പറഞ്ഞണ്ട. ഞാൻ ഈ പുകവലി അങ്ങോട്ട് നിർത്തി വീടിനകത്ത് വായു മലിനീകരണം അളക്കുന്നതിന് ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ എവിടെ ഇരുന്ന് വലിച്ചാലും അത് കിട്ടും. എവിടെ വിളിച്ചാലും കിട്ടും. വീടിനകത്തുനിന്ന് പുകവലിക്കാൻ പറ്റൂല. വീടിനകത്ത് പുകവലിച്ചാൽ അമ്മയ്ക്ക് ശ്വാസം മുട്ടലും ചുമയും വരും. അതുകൊണ്ട് ഞാനതങ്ങനെ നിർത്തി. വെള്ളത്തിൽ പണിക്ക് പോകുമ്പോ 1-2 വലിക്കും. അതുകൂടി നിർത്തണം. അപ്പൊ എനിക്കൊരു 1000 രൂപ എല്ലാവർക്കും അങ്ങനെ തന്നെ. അടുത്ത റെഡ് തീർക്കട്ടാ. കാശിനാണ് കുറെ എനിക്ക് ഏറ്റവും കൂടുതൽ വലിച്ചത്. അപ്പൊ ചേട്ടൻ 1000 കൂടിയാണ് നോക്കണേ. അപ്പൊ ചേട്ടാ, എന്റെ കല്യാണം ഇപ്പൊ 1 വർഷം കഴിഞ്ഞു.
അപ്പൊ അവള് 3 മാസം ഗർഭിണി. ഞാൻ ഈ പണിയും കഴിഞ്ഞത് വീടിനകത്തിരുന്ന് വീഡിയോയില്ല. ഇത് പലപ്പോഴും ഉപദേശിക്കാറുണ്ട്, പക്ഷെ ഞാൻ അത്ര കാര്യമില്ല. എടാ കഴിഞ്ഞ ദിവസമേ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ അവളും പോയേ ചെയ്യും. അപ്പൊ അന്നത്തെ വിഷയം വീടിനകത്തെ പുകവലിയെ പറ്റിയായിരുന്നു. ആ സംഭവം അവർ ക്ലാസ് എടുത്തത്. അപ്പൊ അതിന്റെ അകത്ത് പറയണത് ഈ വീടിനകത്ത് പുകവലിച്ചു കഴിഞ്ഞാൽ ഗർഭം വൽക്കാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഗർഭിണിക്കും ഗർഭസ്ഥ ശിശുവിനും ഭയങ്കര ദോഷമുണ്ടെന്ന്. ഇവളിതും കേട്ട് വീട്ടിലോട്ട് പണി എന്താ പറയാം, ഞാൻ കിടക്കാൻ നേരത്ത് തലങ്ങന്റെ അടിയിൽ വീഡിയോ വെച്ചേക്കും. അവിടെ 2 കെട്ട് വീഡിയോ തീപ്പിടി എന്നിട്ട് എന്നോടൊരു വീഡിയോ, എന്താണ് ഇനി നിങ്ങൾ വലിച്ച അവിടെ അവിടെ വീട്ടിലോട്ട്. ഇവിടെ എന്നെ ഞെട്ടിച്ചിരുന്നല്ല, എന്റെ അമ്മ ഇവള് കീരിയും പാമ്പോ. പക്ഷെ ഈ വിഷയത്തിൽ എന്റെ അമ്മ അവക്കൊപ്പം കട്ടക്ക് നിന്നു. എന്നാ പിന്നെ ഞാനും കരുതി പ്രസവം കഴിയണ ഒരു വീഡിയോ എന്താ സ്ഥലം നിർത്താം. ഇപ്പൊ എന്താണ് 3 മാസമായി ഞാൻ തൊട്ടിട്ടില്ല. ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, വല്ലാത്തൊരു ഇത് വരും. അങ്ങനെ ബുദ്ധിമുട്ടുമ്പോ ഞാൻ ഒരു കപ്പൽ ഡ്യൂട്ടിയെ മേടിച്ചിട്ട് അങ്ങനെ തിന്നു. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇനി അവരുടെ പ്രസവത്തിന് വേണ്ടി കുറച്ച് കാശ് ഒപ്പില്ല. എന്തായാലും പുകവലിയെ നിർത്തി. എന്തായാലും അങ്ങനെ ഒരു പരിപാടി നമ്മുടെ സർക്കാർ നടത്തിയതുകൊണ്ട് പിന്നെ കുറെ കാര്യം അറിയാൻ പറ്റില്ലേ. അതല്ല സർല ടീച്ചറോട് നമുക്ക് എന്നും നന്ദി ഉണ്ടായിരിക്കും. കാണിക്കാൻ പറ്റില്ല. ആ സർല ടീച്ചറിനെയാണ് പപ്പേട്ടൻ ഇങ്ങോട്ടാ അതും ഇതൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞത്. ഞാൻ സർല ടീച്ചർ വന്നല്ലോ. എങ്ങനെ വലിയൊക്കെ ഉണ്ടോ?